മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. സൂചന: ചിത്രം മുഴുവനായും ഗ്രൂപ്പ് ചെയ്യുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി SVG ഫയലായി സേവ് ചെയ്യുക. ക്രിയേറ്റ് an image as shown using Inkscape. Group the entire image. Save the image as SVG file in X folder in Home with your register number _ question number as file name. ഇങ്ക്സ്കേപ്പ് തുറക്കുവാനായി ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് എന്നതിന് നേരെ ഇങ്ക്സ്കേപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ കീയിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ക്യാൻവാസിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചതുരം വരയ്ക്കുന്നതിനായി ഇവിടെ ക്രിയേറ്റ് റെക്റ്റാങ്കിൾ എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ചതുരം വരയ്ക്കുന്നു. അതിനാവശ്യമായ നിറം കളർ പാലറ്റിൽ നിന്നും സെലക്ട് ചെയ്തു കൊടുക്കുന്നു. ഇനി വീണ്ടും ഒരു ചതുരം കൂടി വരയ്ക്കുന്നു. മുമ്പ് വരച്ച ചതുരത്തിൻ്റെ നിറം തന്നെയായതുകൊണ്ട് ഇപ്പോൾ വരച്ച ചതുരം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുഴപ്പമില്ല, നമുക്കതിനൊരു സ്ട്രോക്ക് കൂടി കൊടുക്കാം. അതിനായി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ സ്ട്രോക്ക് പെയിൻറ് എന്ന ടാബ് അതിനായി സെലക്ട് ചെയ്യണം. ഇനി ഇവിടെ ഫ്ലാറ്റ് കളർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ സ്ട്രോക്ക് സ്റ്റൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്തു. അവിടെയും വ്യത്യാസം വരുത്തുന്നു. ഇവിടെ 2 കൊടുത്തു നോക്കുന്നു. സ്ട്രോക്ക് വന്നു കഴിഞ്ഞു. അതിന് വെള്ള നിറം തന്നെയാണുള്ളത്, അതുകൊണ്ട് മാറ്റം വരുത്തേണ്ട. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിനെ ഒന്ന് ക്രമീകരിച്ച് വെക്കാം. ഇതിനുള്ളിൽ ഇനിയൊരു റൗണ്ട് വരയ്ക്കണം. അതിന് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു റൗണ്ട് വരയ്ക്കുന്നു. ഇതിന് വെള്ള നിറം വേണം, അതുകൊണ്ട് കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്ത് അതിന് വെള്ള നിറം കൊടുക്കുന്നു. ഇനി ഇതിനുള്ളിൽ 30 എന്ന് ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. റൗണ്ടിനുള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 30 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നോർമൽ എന്നത് മാറ്റിയിട്ട് ബോൾഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിനെ വേണ്ട തരത്തിൽ ക്രമീകരിക്കുന്നു. ഇനി സ്പീഡ് ലിമിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുവാൻ വേണ്ടി ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്നു. സ്പീഡ് ലിമിറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. നോർമൽ എന്നത് മാറ്റിയിട്ട് ബോൾഡ് ആക്കുന്നു. കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്ത് വെള്ള നിറം കൊടുക്കുന്നു. സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ ക്രമീകരിച്ച് വെക്കുന്നു. ചിത്രം വരച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യണം. അതിന് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് എല്ലാ രൂപങ്ങളെയും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓബ്ജക്റ്റ് മെനുവിൽ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് SVG ഫോമാറ്റിൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. .svg എന്നത് കളയാതെ ഇവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി _ ഗ്രൂപ്പ് നമ്പർ കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് X10 സേവ് ചെയ്യേണ്ടത്, അതുകൊണ്ട് X10 ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനിവിടെ X10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ ഫയൽ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.